നഷ്ടപ്പെടുത്താൻ പോകുന്നെന്ന് എനിക്കറിയില്ല. എന്തിനാ എന്തിനാ എന്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെ തോന്നിപ്പിക്കുന്നേ? ഈശ്വര, എനിക്കിനി ഒരു വിശദീകരണവും കേൾക്കണ്ട. എന്റെ തലയ്ക്ക് ഭ്രാന്തായത് കൊണ്ടല്ല ഞാൻ ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതെന്നേ ആരോടും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഞാനും വിശാലും തമ്മിലുള്ള വിവാഹം നടക്കണം. അത് നടന്നേ തീരൂ. മോളെ ജാസ്മിൻ, അത് ഞാൻ പറയട്ടെ. നിങ്ങളെല്ലാരും കൂടി ചേർന്നല്ലേ ഞങ്ങളുടെ വിവാഹം നടത്താന്ന് പറഞ്ഞത്? ആ വാക്കുറപ്പിക്കൽ കഴിഞ്ഞിട്ട് മാസം എത്രയായിന്നാ? എത്ര നാളായി ഞാൻ ഈ വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. ഇനി വെയിറ്റ് ചെയ്യാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഞങ്ങളുടെ കല്യാണം ഉടനെ നടത്തണം. ജാസ്മിൻ, വിശാലിന്റെ വിവാഹം പാർവതിയുമായി കഴിഞ്ഞില്ലേ? ഇനിയും നീ ഇവനെ വിവാഹം കഴിക്കണമെന്ന് വാശി പിടിച്ചാൽ എന്താണ് അതിന്റെ അർത്ഥം? യാസ്മിൻ, ഒരു തരത്തിലും നടക്കാനാവാത്ത കാര്യത്തിന് വേണ്ടിയാ നീ ഞങ്ങളുടെ സമയം പാഴാക്കുന്നത്. ഓഹോ, നിങ്ങളുടെ സമയം പാഴാവുന്നതിൽ വലിയ വിഷമാണല്ലേ? അപ്പോ മാസങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പാഴാക്കിയ എന്റെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങൾ അതൊന്ന് ചിന്തിച്ചു നോക്ക്. എനിക്കൊന്നേ നിന്നോട് പറയാനുള്ളൂ, നീ യാഥാർത്ഥ്യ ബോധത്തോടെ ചിന്തിക്കണം. എന്റെ വിവാഹം കഴിഞ്ഞതാ. നീ എന്നെ വിട്ടേക്ക്. എന്റെ ബോധത്തില് ഒന്ന് മാത്രമേ ഉള്ളൂ, നമ്മുടെ വിവാഹം. ഒരു മുഖം മാത്രമേ ഉള്ളൂ, വിശാലിന്റെ മുഖം. ഒരു ജീവിതം മാത്രമേ ഉള്ളൂ, അത് നമ്മൾ ഒരുമിച്ചുള്ള ജീവിതം. യാസ്മിൻ, നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇനി ഇവിടെ ഇരുന്നാലേ ഭ്രാന്ത് പിടിക്കുന്ന എനിക്കായിരിക്കും. നിക്ക്, നമ്മുടെ കല്യാണം എപ്പോ നടത്താം അത് പറഞ്ഞിട്ട് പോയാ മതി. യാസ്മിൻ, നീ മുന്നിൽ നിന്ന് മാറ. ഇല്ല, കല്യാണം എപ്പോ നടത്താന്ന് പറയാതെ ഞാൻ മാറില്ല. അതെ, ഇനി നടക്കാൻ പോകുന്നില്ല, അത്ര തന്നെ. നടക്കും, നമ്മുടെ വിവാഹം നടക്കും. നീ മാറ. ഏയ്, വിവാഹം എന്ന് നടത്താം അതാദ്യം പറ. ജാസ്മിൻ, ഞാൻ ഇവിടെ എന്റെ വിഷമം പറയുമ്പോ നിങ്ങൾ ആരും എന്താ ഒന്നും മിണ്ടാത്തത്? നിങ്ങൾക്കാർക്കും ഇതിലൊരു അഭിപ്രായം പറയാനില്ലേ? ഞങ്ങൾ എന്ത് അഭിപ്രായം പറഞ്ഞാലും വിവാഹത്തിന് തയ്യാറാവേണ്ടത് വിശാലല്ലേ? അപ്പോ വിവാഹം നടത്താൻ ഉറപ്പ് തന്ന നിങ്ങൾക്കാർക്കും ഇതിന് യാതൊരു ഉത്തരവാദിത്വം ഇല്ലെന്നാണോ? ജാസ്മിനുമായിട്ട് വിവാഹം പറഞ്ഞു വെച്ചിട്ട് വിശാല് വേറൊരു വിവാഹം കഴിച്ചത് ഒരിക്കലും പൊറുക്കാനാവാത്ത തെറ്റ് തന്നെയാ. അങ്ങനൊരു വിവാഹം നടത്താൻ പാടില്ലായിരുന്നു. കേട്ടല്ലോ, സുശീലാന്റി പറഞ്ഞത് കേട്ടല്ലോ. ഭാഗ്യം, സുശീലാന്റി എങ്കിലും എനിക്ക് വേണ്ടി ഒന്ന് വാ തുറന്നല്ലോ. ഏതായാലും എനിക്ക് സമാധാനായി. ഇവള് വിപിൻ സാറിനെ കറക്കി എടുക്കുമെന്നാണ് ഞാൻ കരുതിയത്. ഇനി ആ പേടി വേണ്ടല്ലോ. ജാസ്മിൻ,
ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു. നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി നീ ഇങ്ങനെ വെറുതെ മുറവിളി കൂട്ടിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക. നിക്ക്. അങ്ങനെ പിന്മാറാൻ ഞാൻ ഒരുക്കല്ലെങ്കിലോ? വിവാഹം എന്ന് നടത്താം. എനിക്കതിന് ഉത്തരം കിട്ടണം. ഉത്തരം ഞാൻ പറയാം. വിവാഹം എന്ന് നടത്താന്നല്ലേ? നിനക്ക് അനുയോജ്യനായ നല്ലൊരു പയ്യനെ കിട്ടിയ തൊട്ടടുത്ത ശുഭമുഹൂർത്തത്തിൽ നിന്റെ വിവാഹം നടത്താം. എനിക്കനുയോജ്യനായ വരൻ ഈ നിൽക്കുന്ന വിശാലാണ്. നടത്തേണ്ടതേ ഞങ്ങള് തമ്മിലുള്ള വിവാഹം. ആ വിവാഹത്തിന്റെ വാക്കുറപ്പിക്കൽ കഴിഞ്ഞതുവാ. അതിനിടയ്ക്കാ നീ കെട്ടി എഴുന്നള്ളിയത്. ഇല്ലെങ്കി ഞാനും വിശാലും തമ്മിലുള്ള വിവാഹം ഇതിനു മുമ്പേ നടന്നേനെ. ആരാണ് ഞാനും നീയും തമ്മിലുള്ള വിവാഹത്തിന് വാക്കുറപ്പിച്ചത്? നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി തരാന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ നിന്നെ കല്യാണം കഴിക്കാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പാർവതി പറഞ്ഞതുപോലെ നല്ലൊരു പയ്യനെ കിട്ടിയ വച്ച് താമസിപ്പിക്കാതെ നിന്റെ വിവാഹം നടത്താം. ഇല്ല, അത് നടക്കില്ല. ഇവളെ ഡിവോഴ്സ് ചെയ്യും, എന്നിട്ട് എന്നെ വിവാഹം കഴിക്കേ. ചേച്ചി, ജാസ്മിൻ കത്തി കയറുകയാണല്ലോ. ഇവളെ ഡിവോഴ്സ് ചെയ്യാൻ. ജാസ്മിൻ, വിശാൽ സാറ് എന്നെ ഡിവോഴ്സ് ചെയ്യുന്നോ? സാർ അതൊരിക്കലും ചെയ്യില്ല. ഇനി അഥവാ സാർ ഡിവോഴ്സിന് ശ്രമിച്ചാലും ഞാൻ സാറിന് ഡിവോഴ്സ് കൊടുക്കില്ല. അപ്പൊ നീ എന്തി? ജാസ്മിൻ, നീ വേറെ വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നതാണ് നല്ലത്. എന്തിനാ നടക്കാത്ത സ്വപ്നത്തിന്റെ പുറകെ സഞ്ചരിച്ച് നല്ലൊരു ജീവിതം ഇങ്ങനെ പാഴാക്കി കളയുന്ന? അതുമാത്രമല്ല, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനും കൂടിയാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. വിശാൽ സാറിനോട് ഞാൻ അനുവാദം ചോദിച്ചില്ലേ? എങ്കിലും വിശാൽ സാറ് എതിർപ്പൊന്നും പറയില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഇന്നു മുതൽ ഞാനും വിശാൽ സാറും 2 മുറിയിലേക്ക് എടുപ്പ് അവസാനിപ്പിക്കുകയാണ്. ഞങ്ങള് ഭാര്യ ഭർത്താക്കന്മാരല്ലേ? എന്തിന് 2 മുറിയിൽ കഴിയണം? ഞങ്ങൾ ഇന്നു മുതൽ ഒരുമിച്ച് ഒരു മുറിയിൽ കഴിയും. എന്താ വിശാൽ സാർ, സാർ എന്ത് പറയുന്നു? ഞാൻ പറഞ്ഞത് അവിവേകാണോ? ഏയ്,
ഒരിക്കലുമല്ല. ഇത്രയും നാളും നീണ്ടുപോയി എന്നുള്ളൊരു വിഷമം എനിക്കിപ്പോ തോന്നുന്നത്. ഇപ്പോഴെങ്കിലും ഇങ്ങനൊരു തീരുമാനമെടുത്തല്ലോ. നന്നായി മക്കളെ. അപ്പോ നിങ്ങളുടെ പ്രഥമ രാത്രിക്ക് ആശംസകൾ രണ്ടുപേർക്കും. വാ. വിപിൻ സാറേ. ആ നീയോ? എന്താ കാര്യം? ഓ, ഇന്ന് എനിക്ക് സത്യത്തിൽ സമാധാനമായത്. എന്തായിരുന്നു ഇന്നുവരെ ഉണ്ടായിരുന്ന സമാധാനം കേട്? ജാസ്മിൻ. അല്ലാതെ ആരാ എന്റെ സമാധാനം കെടുത്തുന്നേ? ജാസ്മിൻ സാറിനെ കല്യാണം കഴിക്കുമെന്ന ടെൻഷനിലായിരുന്നു ഞാൻ. ഇന്നത് മാറി. ജാസ്മിനെ ഞാൻ കല്യാണം കഴിക്കാനോ? നിനക്കെന്താ പ്രാന്തുണ്ടോ പല്ലവി? ജാസ്മിനെ കാണുന്നതേ ചതുർത്തി കാണുന്ന പോലെ എനിക്ക്. അത് കേട്ടാ മതി എനിക്ക്. അല്ല, എനിക്ക് അറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കാം, ഈ ജാസ്മിൻ ഇത് എന്തിന്റെ കുഴപ്പം? അവളെന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നേ? അവൾക്ക് വിശാൽ സാറിനെ കല്യാണം കഴിക്കണം പോലും നടന്നത് തന്നെ. ചേച്ചി അവൾക്ക് അറിയത്തില്ല. ചേച്ചി പാവം പോലെ ഇരിക്കുമെങ്കിലും വിശാൽ സാറിന്റെ കാര്യം വന്നാ ചേച്ചി ചീറ്റപ്പൊലിയാവും. വിശാൽ സാറിനെ ചേച്ചി അവൾക്ക് വിട്ടുകൊടുക്കുന്നാണോ? അതിനെ അവള് തപസ്സിരുന്ന പോലെ സാധിക്കില്ല. ജാസ്മിൻ ഇവിടുന്ന് നാണവും മാനവും കെട്ട് തിരികെ വീട്ടിലോട്ട് തന്നെ പോവേ ഉള്ളൂ. ഇല്ലെങ്കിൽ വിശാൽ സാറിന് കിട്ടാത്തതിന്റെ പ്രയാസത്തില് അവൾ ആത്മഹത്യ ചെയ്യും. പല്ലവി, സ്നേഹം ഒരിക്കലും പിടിച്ചു വാങ്ങാൻ പറ്റുന്ന ഒന്നല്ല. സത്യസന്ധമായ ഒന്നാണെങ്കിൽ അതെപ്പോഴും വിജയിക്കും. അതിനെ ആർക്കും തകർക്കാനാവില്ല. വിപിൻ സാർ എന്നെ കുറിച്ചാണോ പറഞ്ഞത്? സത്യസന്ധമായ സ്നേഹം വിജയിക്കുന്നല്ലേ സാറ് പറഞ്ഞത്? എന്റെ സ്നേഹം സത്യസന്ധമാണല്ലോ, അപ്പൊ എന്റെ സ്നേഹം വിജയിക്കുമെന്നല്ലേ? എനിക്ക് വിപിൻ സാറിനെ കിട്ടുമെന്നല്ലേ? ഇന്നു മുതൽ ഞാനും വിശാൽ സാറും 2 മുറിയിലെ കിടപ്പ് അവസാനിപ്പിക്കുകയാണ്. ഞങ്ങള് ഭാര്യ ഭർത്താക്കന്മാരല്ലേ, എന്തിന് 2 മുറിയിൽ കഴിയണം? എന്തായി ജാസ്മിൻ? നീ 8ന്റെ അടവെടുക്കുമ്പോ അവള് 18ന്റെ അടവെടുക്കുകയാണല്ലോ. അവളെ ഒതുക്കാനുള്ള നിന്റെ പ്ലാനിങ്ങുകളെല്ലാം അവൾ ഒന്നൊന്നായി പൊളിച്ചടുക്കുകയാണല്ലോ. അവള് ബുദ്ധിമതി തന്നെയാ. അവളോട് പിടിച്ചു നിൽക്കണമെങ്കിലേ, അവളെ വിശാലിന്റെ ജീവിതത്തിൽ നിന്ന് ആട്ടി പായിക്കണമെങ്കിലേ നിസ്സാര ബുദ്ധിയൊന്നും പോരാതെ വരും. മതി, നിർത്ത്. എന്റെ മുന്നിൽ നിന്ന് ആന്റി ഇങ്ങനെ അവള് പാരവെച്ചതിനെ പറ്റി അപ്രിഷിയേറ്റ് ചെയ്യൊന്നും വേണ്ട. എന്റെ പൊന്ന് ജാസ്മിനെ, ഞാൻ അവളെ പ്രകീർത്തിച്ചതോ അപ്രീഷിയേറ്റ് ചെയ്തതോ ഒന്നുമല്ല. ഇപ്പൊ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം പറഞ്ഞേ ഉള്ളൂ. അവളെ ഇവിടെ ഓടിക്കാൻ വേണ്ടി നീ എന്തൊക്കെ സർക്കസ് കാണിച്ചു? എന്താ, അവളെ കൊല്ലാൻ വരെ നീ തുനിഞ്ഞില്ലേ? എന്നിട്ട് എന്തായി? അന്നും തലനാരിഴ വ്യത്യാസത്തിൽ അവള് രക്ഷപ്പെട്ടില്ലേ? നിന്റെ എല്ലാ നീക്കങ്ങളും പരാജയത്തിലല്ലേ കലാശിച്ചുള്ളൂ. ഞാൻ അത് പറഞ്ഞേ ഉള്ളൂ. ശരിയാണ്, എപ്പോഴും പരാജയം തന്നെ എനിക്ക് സംഭവിച്ചിട്ടുള്ളത് എന്ന് കരുതി എന്നും ഞാൻ തോൽക്കുന്ന ആരും കരുതണ്ട.
വിശാലുമായിട്ടുള്ള വിവാഹം ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കും. ഈ ജാസ്മിൻ അത് നടത്തിയിരിക്കും. അത് എന്ന് നടക്കുമെന്നാ നീ പറയുന്നേ? അതിനെക്കുറിച്ച് വല്ല ധാരണയും നിനക്കുണ്ടോ? ജാസ്മിനെ, ഇതിങ്ങനെ നീണ്ടു നീണ്ടു പോയാലുണ്ടല്ലോ, നിന്റെ ആഗ്രഹവും വാശിയും ഒന്നും നടക്കാൻ പോകുന്നില്ല. അവള് പറഞ്ഞത് കേട്ടില്ലേ, അവരുടെ ആദ്യ രാത്രി നടക്കാൻ പോവാണെന്ന്. ഇനി വിശാലും അവളും ഒരു മുറിയിൽ ഒരുമിച്ച് കിടക്കാൻ പോവാണെന്ന്. അങ്ങനെ സംഭവിച്ചാ പിന്നീട് എന്താ നടക്കാൻ പോകുന്നതെന്ന് ഞാൻ പറയണ്ടല്ലോ. വിശാല് പൂർണ്ണമായും പാർവതിയുടെ ചൊൽപ്പടിയിലാവും. മാത്രമല്ല, അവൾ അധികം വൈകാതെ ഗർഭിണിയാവുകയും ചെയ്യും. അതോടെ അവരുടെ ബന്ധം ഒരിക്കലും പിരിക്കാൻ പറ്റാത്ത വിധം ദൃഢമാവും. നീ ചിന്തിച്ചു നോക്ക്. ഞാൻ അതൊന്നും ചിന്തിക്കുന്നില്ലെന്നാണോ ആന്റി കരുതുന്നത്? ഞാനേ എല്ലാം ചിന്തിച്ചു. വിശാലും പാർവതിയും തമ്മിലുള്ള ആദ്യ രാത്രി നടന്നാലല്ലേ ആന്റി പറഞ്ഞതുപോലൊക്കെ സംഭവിക്കും. ആ ആദ്യ രാത്രി നടക്കില്ല. അത് നടക്കാനേ ഞാൻ സമ്മതിക്കില്ല. നീ എന്ത് ചെയ്യാൻ പോവാ? അതൊക്കെ കാത്തിരുന്നങ്ങ് കണ്ടാ മതി. ആദ്യം കാണുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്ന പെൺകുട്ടിയായിരുന്നു പാർവതി. ഇപ്പൊ അവൾക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അവളിപ്പോ ആകെ മാറിപ്പോയി. നീ എത്ര മനോഹരിയാണ് പാർവതി. ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാണ്. ഈ ആദ്യ രാത്രിയിൽ എനിക്ക് നിന്നെ കല്യാണ പുടവയിൽ കാണണം പാർവതി. ഗാർഗി മണിയറ ഒരുക്കുന്നതിന്റെ തിരക്കിലാണല്ലോ. ആഹാ, വരണം വരണം, രണ്ടാളും വരണം. മണിയറ ഒരുക്കങ്ങളൊക്കെ ഗാർഗി സ്വയം ഏറ്റെടുത്തു അല്ലേ? എന്റെ ബ്രോയുടെ ആദ്യ രാത്രിയല്ലേ, അപ്പോ ഈ മണിയറ അലങ്കരിക്കലൊക്കെ ഞാൻ തന്നെയല്ലേ ചെയ്യേണ്ടേ? ഞങ്ങള് നീ ഒരുക്കുന്ന മണിയറ എങ്ങനെയുണ്ടെന്ന് കാണാൻ വന്നതാ. എങ്ങനെയുണ്ട്? കൊള്ളാവോ? ഇഷ്ടപ്പെട്ടോ? കൊള്ളാം മോളെ, നന്നായിട്ടുണ്ട്. കൊള്ളാം അല്ലേ പ്രതാപ? കൊള്ളാം. പെട്ടെന്നായതുകൊണ്ട് അധികം ഒരുക്കങ്ങളൊന്നും നടത്താൻ പറ്റിയില്ല. പാർവതി ഇന്നിങ്ങനൊരു തീരുമാനം എടുക്കുമെന്ന് ആരറിഞ്ഞു? മുൻകൂട്ടി ഈ ആദ്യ രാത്രി നിശ്ചയിച്ചിരുന്നെങ്കിലേ ഈ മണിയറ ഞാൻ വളരെ ഗംഭീരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തേനെ. അതെ, വിവാഹം പോലെ തന്നെ പവിത്രമായ ഒന്നാണ് ആദ്യ രാത്രി. അതിങ്ങനെ ഇടിപിടിയിൽ നടത്താൻ പാടില്ലെന്നാണ് എന്റെ ഒരു അഭിപ്രായം. പ്രതാപ, അവര് ഭാര്യയും ഭർത്താവും കൂടി തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞില്ലേ? ദാ മണിയറ ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി ഇത് പാടില്ല എന്ന് പറയുന്നതില് എന്തെങ്കിലും അർത്ഥമുണ്ടോ? അല്ല, ഞാൻ ഈ ആദ്യരാത്രിയുടെ മഹത്വത്തെ കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ.
ഇതൊക്കെ അറിഞ്ഞു പെരുമാറേണ്ടിയിരുന്നത് വിശാലും പാർവതിയാ. പിന്നെ അല്ല, അവർക്ക് ആ ചിന്ത ഇല്ലാത്തിടത്തോളം ചേച്ചി പറഞ്ഞാണ് ശരി. എന്റെ അഭിപ്രായം എന്റെ ഉള്ളിൽ തന്നെ ഇരുന്നോട്ടെ. അങ്കിള് പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. എന്തിനാ വെറുതെ ഇത് നീട്ടിക്കൊണ്ടുപോകുന്നേ? കല്യാണം കഴിഞ്ഞ് 1 വർഷമായിട്ടും ബ്രോയും പാർവതിയും ഒരു കാരണവും ഇല്ലാതെ 2 മുറിയിൽ കഴിയാന്ന് വെച്ചാ അത് വിഷമകരമല്ലേ? അതെ, ജീവിതകാലം മുഴുവൻ രണ്ടുപേരും 2 മുറി കഴിയണമെന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്. അങ്കിളെ, ഏതായാലും അവരുടെ ആദ്യ രാത്രി ഇന്ന് നടക്കും. പിന്നെ നമ്മൾ ഇവിടെ തർക്കിച്ച് നിന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ബ്രോ വരാൻ നേരമായി. അതിനു മുൻപ് പാർവതിയാണ് ഈ ചുരുക്കി കൊണ്ടുവരട്ടെ. കണ്ടല്ലോ, ദേ മണിയറ അലങ്കരിച്ചു കഴിഞ്ഞു. ഇനി ഏതാനും സമയം കഴിഞ്ഞാ വിശാലിന്റെയും പാർവതിയുടെയും ആദ്യ രാത്രിയാണ്.